ധന്യ, ഇപ്പോൾ ഈ തട്ടിപ്പുമായി ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നിയമസഭയിലടക്കം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ആരോപണമെന്ന് പറയുന്നത്, കാര്യമെന്ന് പറയുന്നത്, ചില കേന്ദ്രങ്ങളിൽ നിന്ന് തനിക്കെതിരെ തന്നെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ആരോപണങ്ങൾ തനിക്ക് നേരെ വരുന്നു. അത് തെറ്റാണ് എന്ന് തെളിഞ്ഞാലും അത് തിരുത്താൻ ചിലർ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. അതായത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ലക്ഷ്യമാക്കി തനിക്കെതിരെ ചില ആരോപണങ്ങൾ ചിലർ ഉന്നയിക്കുന്നു. അതിനകത്ത് തെറ്റില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ പോലും അത് തിരുത്താൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ള മറുപടിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറയുന്നുണ്ട്. ഇപ്പോൾ ഈ PSC തട്ടിപ്പ് മാത്രമല്ല, നേരത്തെ പല വിഷയങ്ങളുമായി ഉയർന്നു വന്ന വിഷയങ്ങളിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരടക്കം ഉയർന്നു കേട്ടിട്ടുണ്ട്. അത്തരം ആരോപണങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് റിയാസ് ഇപ്പോൾ അതിന് മറുപടി നൽകുന്നത്. നേരത്തെ പല ആരോപണങ്ങളും തനിക്ക് നേരെ ഉയർന്നു വന്നിരുന്നുവല്ലോ, അത് തന്നെ കരിവാരിത്തേക്കാനും തന്നെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ആ ആരോപണങ്ങൾക്കൊന്നും താൻ വലിയ മറുപടി പറയേണ്ട കാര്യമില്ല, അതൊക്കെ ഒഴിവാക്കി വിടുന്ന കാര്യമാണ്. പത്രങ്ങളിലൂടെയാണ് ചില കാര്യങ്ങൾ അറിയുന്നത്. ചില കാര്യങ്ങളെ താൻ ഒഴിവാക്കി വിട്ടാലും തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിമർശനം കൂടി മന്ത്രി മുഹമ്മദ് റിയാസ് നൽകുന്നുണ്ട്. അത്തരം വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെയും അത്തരത്തിൽ തന്നെ ടാർഗറ്റ് ചെയ്യുന്നവർക്കെതിരെയും നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് കൂടി മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും, പ്രത്യേകിച്ച് കോഴിക്കോട്ടിലെ ഈ PSC തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയാണ്. തനിക്കോ താനുമായി ബന്ധപ്പെട്ട ആർക്കും അതിനകത്ത് യാതൊരു ബന്ധവുമില്ല എന്ന് കൂടി മന്ത്രി പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ ആരോപിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് മന്ത്രി ഇപ്പോൾ ആലോചിക്കുകയും ചെയ്തിരിക്കുന്നത്. ധന്യ. ശരി ഷിജോ.